കാലത്തോടൊപ്പം കാലിടറാതെ സഞ്ചരിക്കുക എന്നതൊരു പ്രധാന കാര്യമാണ്. ആ കാലിടറി പോകുന്നതിൽ മനുഷ്യജീവിതത്തിലെ രണ്ടക്ഷരങ്ങൾ കൊണ്ട് സൂചിപ്പിക്കുന്ന ഒരു വലിയ വാക്കുണ്ട്, ലജ്ജ എന്നത്. ഈ ലജ്ജ എന്ന വാക്ക് പെണ്ണിന് മാത്രം പറഞ്ഞിട്ടുള്ളതല്ല, ആണിനും പെണ്ണിനും ഒക്കെ പറഞ്ഞിട്ടുള്ളതാണ്. ഈ ലജ്ജ എന്ന് പറയുന്നത് അത് അമിതമായി പോയി അതൊരു തരം അപകർഷതാബോധം പോലെ പുറത്തിറങ്ങാത്ത ഇരുട്ടിൽ കഴിയേണ്ടി വരുന്ന, അതിനപ്പുറം ഇത് നമ്മളെ പരിമിതപ്പെടുത്തുന്ന ചില വികാരങ്ങളാണ്, ചില ചിന്തകളാണ്. ഈ പരിമിതപ്പെടലുകളുടെ പേര് കൂടിയാണ് ലജ്ജ. എനിക്കത് ചെയ്യാൻ പറ്റില്ല, ഞാൻ അങ്ങനെയല്ല, ഞാൻ ഇങ്ങനെയല്ല എന്ന് പറയുന്ന ചില ചിന്തകൾ നമ്മുടെ ഹൃദയത്തിലുണ്ട്. ആ ഹൃദയത്തിലുള്ള ചിന്തകൾ പല രീതിയിൽ നമ്മളെ സ്വാധീനിക്കും. പരസ്യമായി ചിലപ്പോൾ ചെയ്യുന്നത് രഹസ്യമായി ചെയ്യും, രഹസ്യമായി ചെയ്യുന്നത് മിതപ്പെടുത്തി ചെയ്യും, ചിലത് രഹസ്യമായി പോലും ചെയ്യാതിരിക്കത്തക്കവണ്ണം നമ്മളെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കും. പലപ്പോഴും എന്നോട് ചോദിക്കാറുണ്ട് പലരും, ഈ കുട്ടികൾ വഴിതെറ്റിപ്പോകുന്നു, കുട്ടികൾ അങ്ങനെയായി പോകുന്നു, അതിനെന്താണ് ചെയ്യേണ്ടത്, എന്താണ് ചെയ്യേണ്ടതെന്നൊക്കെ. അതിൻ്റെ മറുപടി വളരെ സിമ്പിളാണ്. അവരുടെ സ്വത്വത്തെ, അവരുടെ ഐഡൻറ്റിറ്റിയെ അവരുടെ മനസ്സിൽ ഉറപ്പിക്കാൻ കഴിഞ്ഞാൽ പിന്നെ അവർക്ക് വഴിതെറ്റില്ല. ആ ഐഡൻറ്റിറ്റി എന്നത് ചിലപ്പോൾ കുടുംബ പാരമ്പര്യമായിരിക്കും. ഇന്നടുത്ത് ഇന്നാരുടെ മകൾ, കൊച്ചുമകൾ, കൊച്ചുമകൻ എന്ന് പറയുന്നൊരു ബോധമുണ്ട്. ഇന്ന കുടുംബത്തിലേത് എന്ന് പറയുന്നൊരു സംഗതിയുണ്ട്. അപ്പോൾ അവിടെയൊക്കെ ഈ ആളുകൾക്കും ആ കുടുംബത്തിനുമൊക്കെ അതിൻ്റെ മൂല്യം വേണം. അത് അമിതമാകണമെന്നല്ല പറഞ്ഞ്, പക്ഷേ ആ ബോധ്യം ഉള്ളിൽ വേണം. അതുപോലെ തന്നെ ഒരു ബോധ്യമാണ് ഞാൻ ഇന്ന മതവിശ്വാസി എന്ന് പറയുന്നത്. ഞാനൊരു മുസ്ലിമാണ്, എൻ്റെ മതം ഇസ്ലാമാണ്. ആ മതം എൻ്റെ മേൽ നിഷ്കർഷിക്കുന്ന ചില പരിമിതികളുണ്ട്, ചില കൺട്രോൾ മെഷേഴ്സ് ഉണ്ട്, അതിൻ്റെ മെക്കാനിസംസ് ഉണ്ട്. എന്നിൽ ചുമതലപ്പെടുത്തപ്പെട്ട ഈ ലജ്ജാഭാവങ്ങളുടെ ചില നിയന്ത്രണങ്ങളുണ്ട്. ഇതെല്ലാം ആണിനും പെണ്ണിനും എല്ലാം ഒരുപോലെയുണ്ട്. ആ ഭാവങ്ങൾ ലംഘിക്കപ്പെടുക, അത് രാഷ്ട്രീയത്തിന് വേണ്ടിയായാലും വിജയത്തിന് വേണ്ടിയായാലും കല്യാണത്തിന് വേണ്ടിയായാലും എന്തിൻ്റെ പേരിൽ ലംഘിച്ചാലും അതെല്ലാം അതിനെ സ്വയം ജീർണിപ്പിക്കുന്ന പ്രക്രിയയാണ്. ഞാനതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് തിയറി പറഞ്ഞതാണ്. പ്രാക്ടിക്കൽ ഇത്രയേ ഉള്ളൂ. മലപ്പുറത്തും കോഴിക്കോടുമൊക്കെ ഇലക്ഷൻ വിജയം വളരെ ഗൗരവമായി നേടുമ്പോൾ, തിളക്കമാർന്ന വിജയം നേടുമ്പോൾ സ്വാഭാവികമായി മനസ്സിൻ്റെ ഉള്ളിൽ ആഹ്ലാദം വരും. ജീവിച്ചു പോന്നിരുന്ന സംസ്കാരത്തിൻ്റെ ഭാഗമായുള്ള വസ്ത്രങ്ങളുണ്ടാവും. ഈ വസ്ത്രങ്ങളും ആ അടയാളങ്ങളുമൊക്കെ കേവലമായ ചേഷ്ടകളോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു കീറ തുണിയോ അതിൻ്റെ സ്റ്റൈലോ മാത്രമല്ല, അത് നിർബന്ധമാക്കുന്ന അതിൻ്റെ ഉള്ളിലുള്ള ശരീരവും ആ ശരീരത്തിനുള്ളിലുള്ള ആത്മാവും ചിന്തയും വകതിരിവും വേർതിരിച്ചറിവും നിർബന്ധമാക്കുന്ന ചില സംഗതികളുണ്ട്. അത് പർദാക്കാർക്കും ഉണ്ട്, ജുബ്ബാക്കാർക്കും ഉണ്ട്, തലയെക്കെട്ടുകാർക്കും ഉണ്ട്, തൊപ്പിയിട്ടുകൊണ്ട് നടക്കുന്നവർക്കും ഉണ്ട്. ഇനി ഇതൊന്നും ഇടാതെ ആധുനിക വേഷമെന്ന് വിശേഷിപ്പിക്കുന്ന വസ്ത്രം ധരിച്ചുകൊണ്ട് പോകുമ്പോഴും നിൻ്റെ മേൽ നിർബന്ധമായ ഒരു വിശ്വാസത്തിൻ്റെ നിയന്ത്രണമുണ്ട്. അത് ആവർത്തിച്ചുറപ്പിക്കുന്നതിനാണ് ഈ 5 നേരത്തെയും ബാങ്കുലി മുഴങ്ങുന്നത്. വിജയത്തിലേക്ക് വരൂ എന്നുള്ള തരത്തിൽ മനുഷ്യനെ വിളിച്ച് റീചാർജ് ചെയ്യുകയാണ് ഈ 5 നേരവും. ആ റീചാർജ് ചെയ്യുന്നത് അവൻ സ്വയം റീജുവനേറ്റ് ചെയ്യാനാണ്. ആ റീജുവനേഷനാണ് അവനെ മനുഷ്യനാക്കി നിർത്തുന്നത്. അപ്പോൾ ആ നിയന്ത്രണം, ആ ചരട് നഷ്ടപ്പെടുന്നത് അത് ജീർണതയ്ക്കിടയാക്കും. ഇന്ന് ഫലസ്തീനിൽ അനുഭവിക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ട്. പക്ഷേ ഫലസ്തീൻ്റെ ചരിത്രം കുറേ കൂടി ഒന്ന് പിറകിലേക്ക് വായിച്ചു പോയാൽ ഒരു നിയന്ത്രണവുമില്ലാതെ ജീവിച്ചതിൻ്റെ ഒരു കാലമുണ്ട് അവർക്ക്. നമ്മളിപ്പോൾ പറയൂലേ, ജൂതന്മാർ വന്ന് സ്ഥലം വാങ്ങി 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 എല്ലാം കീഴ്പ്പെടുത്തി എന്ന് പറയുമ്പോൾ ഇതൊന്നും അറിയാതെ പോയതെന്താണ്? ഇതൊന്നും ശ്രദ്ധിക്കാതെ പോയതെന്താണ്? ഇവരെല്ലാം വേറൊരു ജീവിത ലഹരിയിലായിരുന്നു. സ്വാതന്ത്ര്യത്തിൻ്റെ, ഇന്നത്തെ ഭാഷയിൽ പറയുന്ന നവോത്ഥാനത്തിൻ്റെ, ലഹരിയുടെ ആസ്വാദനത്തിൻ്റെ ശബ്ദായമാനമായ നിശകൾ, രാത്രികൾ ചേർന്ന മനോഹരമായ ജീവിതം. അതൊരു സുപ്രഭാതത്തിൽ കണ്ണു തുറന്ന് നോക്കിയപ്പോഴേക്കും അവരെ അഭയാർത്ഥികളാക്കി മാറ്റി. അപ്പോൾ അതുപോലെ ഈ മുസ്ലിം ലീഗും മുസ്ലിം ലീഗിൻ്റെ പ്രത്യയശാസ്ത്രങ്ങളുമൊക്കെ നിയന്ത്രിക്കപ്പെടുന്ന ചില ചരടുകളുണ്ട്. ആ ചരടുകൾ പൊട്ടിച്ചുവിടാൻ ശ്രമിക്കരുത്. അത് ആര് ചെയ്താലും അതിനെ നിയന്ത്രണ വിധേയമാക്കാൻ അതിനെ നോക്കുന്ന ആളുകൾ ശ്രദ്ധിക്കണം. ഇതൊന്നും ഇത്രമേൽ ഇപ്പോൾ ഒരു ആൾ പ്രസംഗിച്ചതുപോലെ നമ്മളതിനെ അങ്ങ് ആക്ഷേപിച്ച് സംസാരിക്കുന്നതിനൊക്കെ അപ്പുറത്ത് ഇത്തരം കുട്ടികളുടെ, അതുകൊണ്ടാണ് പലപ്പോഴും വാർത്തകളിൽ നിറയുമ്പോൾ
ഒരു മുസ്ലിം കുട്ടിയുടെ പേര് എടുത്തു പറയുന്നത്. പണ്ടൊരു അധ്യാപിക റോഡിൽ നിന്നപ്പോൾ നിങ്ങളൊക്കെ ഇങ്ങനെയാണോ, തലയെ തട്ട വിട്ടുകൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടോ എന്ന് ചോദിച്ചത് ആ തട്ടത്തെ അപമാനിക്കലല്ല, ആ തട്ടമിടുന്നതിനും ആ പേരിനുമൊക്കെ ഈ സമൂഹം കൽപ്പിക്കുന്നൊരു വിലയുണ്ട്. ആ വില നിങ്ങൾ നഷ്ടപ്പെടുത്തരുത്. അതാണ് ഏറ്റവും പ്രധാനം. അതിനെ സംബന്ധിച്ചാണ് ഷാഫി ചാലിയം ലീഗിൻ്റെ ജനറൽ സെക്രട്ടറി എഴുതിയത്. അതൊന്ന് വായിക്കാം. ആഘോഷം അതിര് വിടാതിരിക്കട്ടെ. വിജയം ആഘോഷിക്കേണ്ടത് തന്നെയാണ്. ഒരു വിമൻസ് കോളേജ് തെരഞ്ഞെടുപ്പ് വിജയം വിദ്യാർത്ഥിനികൾ ഡാൻസ് കളിച്ചും കെട്ടിപ്പിടിച്ചും ആഘോഷിക്കുന്നത് പോലെയല്ല പൊതുനിരത്തിൽ ജെൻഡറുകൾ തമ്മിൽ ഇടപഴകി ചെയ്താലുണ്ടാവുക. അത് സാമൂഹ്യ അപജയത്തിന് ഹേതുവാകും. മറ്റു പാർട്ടികളെ ഓഡിറ്റ് ചെയ്യുന്നത് പോലെയല്ല മുസ്ലിം ലീഗിനെ. ഇതര പാർട്ടി വേദികളിൽ മുസ്ലിം ആൺ പെൺകൊടിമാർ ഇടകലർന്ന് നൃത്തം ചവിട്ടിയാലും ചുംബിച്ചാലും കെട്ടിപ്പിടിച്ചാലും ഒരു മൊയ്ലിയാരും ഒന്നും പറയില്ല. എന്നാൽ ലീഗ് വേദിയിലാണെങ്കിൽ അതിൻ്റെ സ്വഭാവം മാറും. ആദ്യം അത് മനസ്സിലാക്കേണ്ടത് ലീഗുകാർ തന്നെയാണ്. നമ്മുടെ മഹത്തായ സംസ്കാരങ്ങളും പാരമ്പര്യങ്ങളും മാറ്റിവെച്ച് ആധുനിക പാശ്ചാത്യ DJ ഡാൻസുകൾ, അട്ടഹസിക്കുന്ന പാട്ടുകളും ഇടകലർന്ന നൃത്തങ്ങളുമായി നമ്മുടെ കുട്ടികളെ കാണുന്നതിൽ ദുഃഖിക്കുന്ന ഒരു രക്ഷകർത്തൃ സമൂഹവും ആദരണീയരായ പണ്ഡിതരും നമ്മുടെ പാർട്ടിയിലുണ്ട്. അവരോടുള്ള ബഹുമാനവും അദബും മറന്ന് നമുക്ക് മുന്നോട്ട് പോകാനാവില്ല. ആഘോഷം അതിര് വിടാതിരിക്കാൻ ശ്രദ്ധിക്കുക. സത്യമാണ്, ഇതിന് ഓരോന്നിനും ഓരോ വേദിയുണ്ട്. ആ വേദിയിൽ അങ്ങനെ ആവുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഇപ്പോൾ ബാറിൽ ഒരു ഉന്തും തള്ളും ഉണ്ടായി ഒരു അടി നടന്നു എന്ന് പറയുന്നത് അത്ര പ്രശ്നമല്ല. പക്ഷേ ഒരു മസ്ജിദിൽ അങ്ങനെ ഉണ്ടായി എന്ന് പറയുന്നത് വലിയ വേദനയും വലിയ ഗൗരവമുള്ള സംഗതിയാണ്. അതുപോലെയാണ് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലും. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ സൂക്ഷ്മതയും ശ്രദ്ധയും പുലർത്തേണ്ടത് തന്നെയാണ്. അതിന് മുസ്ലിം ലീഗിനായിട്ട് പ്രത്യേകിച്ച് അള്ളാഹു ഒരു ഇളവൊന്നും നൽകിയിട്ടില്ല. അങ്ങനെ ചേർന്ന് പോകുന്നതിനെ, ഇത്തരം കാര്യങ്ങളെ, അത് ഉണ്ടാക്കുന്ന സംഗതികളെ നമ്മളെപ്പോഴും പറയുമല്ലോ. ചില കാര്യങ്ങൾ പറയുമ്പോൾ നമ്മൾ ഉസ്താദന്മാരെ വിമർശിക്കാറുണ്ട്, ഞാനും ചില കാര്യങ്ങൾ വിമർശിക്കാറുണ്ട്. പക്ഷേ ചില കാര്യങ്ങളിലൊക്കെ ഒരു എക്സ്ട്രീമിൽ നിന്ന് അവർ പറയണം. അവർ പറഞ്ഞെങ്കിൽ മാത്രമേ ഇതിൻ്റെ കടിഞ്ഞാൺ കയ്യിലിട്ടിരിക്കുകയുള്ളൂ. ഇല്ലെങ്കിൽ ഈ ഉമ്മത്തിനെ പിടിച്ചാൽ കിട്ടൂല. ബാക്കി ഒരു സമുദായത്തെയും പോലെയല്ല. ഞാൻ ഇന്നാൾ എവിടെയോ ഒരു വീഡിയോയിൽ പറഞ്ഞതുപോലെ മദ്യമെങ്ങാണ് ഹലാലായിരുന്നെങ്കിൽ ഈ മദ്യക്കച്ചവടം എങ്ങനെ നടത്തണമെന്നുള്ളത് ഈ സമുദായം കാണിച്ചു തന്നേനെ. അതിൻ്റെ ഒരു എക്സ്ട്രീം എങ്ങനെയാണ് ഈ മദ്യം വിൽക്കേണ്ടതെന്നുള്ളത്, അതിൻ്റെ ബ്രാൻഡുകളും വെള്ളിയാഴ്ചകളിലെ അതിൻ്റെ വിതരണവും നോമ്പ് മുറിച്ചു കഴിഞ്ഞുള്ള അതിൻ്റെ പാനീയവും ഒക്കെ കാണിച്ചു തന്നേനെ. അത് പണ്ടേ അള്ളാഹു ഈ പറഞ്ഞ പ്രവാചകനിലൂടെ അത് നിരോധിച്ചതും അതില്ലാതാക്കിയതും കൊണ്ടാണ്. അതുപോലെ മയക്കുമരുന്നും ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും. അപ്പോൾ അതുപോലെ തുറന്നു വിട്ടാൽ മറ്റാരെക്കാളും വേഗത്തിൽ തുണി ഒഴിയുന്നതും വേഗത്തിൽ പറക്കുന്നതും ഇവരായിരിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. കാരണം അതിൻ്റെ ഒരു സാഹസികത ഇവരുടെ ഉള്ളിലുണ്ട്, എല്ലാവരുടെയും ഉള്ളിൽ. അതുകൊണ്ട് അത് ശ്രദ്ധിക്കുക.